പിന്നെ പാരൻസിനോട് മറ്റുള്ള മക്കളെ വെച്ച് കമ്പയർ ചെയ്യേണ്ട. നിങ്ങളുടെ കുട്ടി ജയിച്ചു എന്ന് മാത്രമാണെങ്കിൽ ഓക്കെ, ജയിച്ചോ മതി എന്ന് പറയുക. മനസ്സിലായോ? കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്തു പോയാൽ, കാരണം പണ്ടത്തെ മാതിരിയല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ചെയ്തു പോയാൽ നിങ്ങൾക്ക് കുട്ടി ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും കമ്പയർ ചെയ്യണ്ട. ഓക്കെ, അടുത്തവന് നമ്മുടെ അപ്പുറത്തെ കുട്ടിക്ക് കൂടുതൽ കിട്ടിയെങ്കിൽ അത് ആ കുട്ടീൻ്റെ ഐക്യു ലെവൽ കൂടിയത് കൊണ്ടാണ്. നമ്മുടെ തലച്ചോറിനകത്താണ്, ഈ ബ്രെയിനിനകത്തുള്ള സംഭവങ്ങളാണ് ഇതെല്ലാം. മനസ്സിലായോ? നിങ്ങളുടെ കുഞ്ഞിക്ക് അത് കുറഞ്ഞത് കൊണ്ട്, അവൻ ചിലപ്പം മടി പിടിച്ചത് കൊണ്ട്, ചിലപ്പം പിള്ളേരൊക്കെ ആ ഒരു ഏജിലൊക്കെ മടി തന്നെയാണ്, +2 വരെ. അതൊക്കെ കഴിയുമ്പോഴാണ് അവരൊന്ന് ഓക്കെ ആയി വരുന്നത്. എനിക്കറിയാവുന്ന ചെക്കൻ മാരേജ് ഞാനെ പോലീസിൽ നിന്ന് പിരിച്ചുവിടാമെന്ന് അറിയില്ല. അവന് ഒരു ലവ് ലെറ്റർ എഴുതി ഒരു പെണ്ണിന് കൊടുത്തു. മാരേജ് മലയാളം പോലും എഴുതാൻ വായിക്കാൻ അറിയില്ല. ഒരു ലവ് ലെറ്റർ എഴുതി പെണ്ണിന് കൊടുത്തു. മോളെ നിനക്ക് സുഖമാണോ എന്ന്. പക്ഷേങ്കിൽ മോളെ എന്നുള്ളതിന് അവൻ LE അല്ല കൊടുത്തത്, കൊടുത്തത്. അതോടുകൂടി അവൻ്റെ ലവ് ലെറ്ററിനൊരു തീരുമാനമായി. മനസ്സിലായോ? പക്ഷെ അവനിപ്പോൾ അടിപൊളിയായിട്ട് പോലീസിലുണ്ട്. അത് ആരാന്ന് ഒരിക്കലും ഞാൻ തുറന്നു പറയില്ല. എന്തെങ്കിലും വീഡിയോ കാണുമ്പോൾ ആൾക്ക് മനസ്സിലായിക്കോളും. ഭയങ്കര ഹാൻസമായിട്ട് ആൾ പോലീസ്. അതാവും നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ളത് നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. അത് കഴിഞ്ഞാൽ അവർ വേറെ ലെവലാണ്. മനസ്സിലായോ? +2 കഴിഞ്ഞ പാട് അവർ പിന്നെ വേറെ ലെവലായി, ഒരു 18 വയസ്സൊക്കെ കഴിയുമ്പം. അതുകൊണ്ട് ഒരിക്കലും അത് വെച്ച് കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെ കുഞ്ഞൊരു +2 വരെ ഒന്നും അറിയില്ലായിരിക്കാം, എഴുതാൻ അറിയില്ലായിരിക്കാം, വായിക്കാൻ അറിയില്ല. നിങ്ങളൊന്നും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു ന്യൂറോയിഡൊക്കെ കാണിക്കുക. അങ്ങനെയൊക്കെ എന്തെങ്കിലും കുട്ടിക്ക് പഠിക്കാനുള്ളതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. കമ്പയർ ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് കിട്ടിയ കുട്ടിക്ക് പാസ് മാർക്കാണെങ്കിൽ അത് 60% അത് 90 ആണെങ്കിൽ അതിനെ വെച്ച് അതിനെ ടോർച്ചർ ചെയ്യാണ്ടിരിക്കുക. കിട്ടിയതിൽ ഹാപ്പി പറയുക. ഇനി തോറ്റുപോയോ കുഞ്ഞോട്, സാരമില്ല, നമുക്ക് അടുത്ത് എഴുതാമെന്ന പ്രോത്സാഹനമാണ് നമ്മൾ ഓരോ പാരൻറ്റും കൊടുക്കേണ്ടത്. ചില അച്ഛന്മാരൊക്കെ വല്ലാണ്ട് കുട്ടികളെയൊക്കെ അടിക്കും, എനിക്കറിയാം. പ്ലീസ്, ഇനിയെങ്കിലും നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ കുഞ്ഞുങ്ങളെ അടിച്ച് ആരെങ്കിലും കംപ്ലൈൻറ്റ്